Hi guys, welcome to Finnychayans World. അങ്ങനെ നമ്മുടെ ചാനലിനും ഒരു പേരായിരിക്കുകയാണ്. Finnychayans World എന്ന പേര് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു ഫേമസ് ഷെഫായിരിക്കുന്ന ഷെഫ് സുരേഷ് പിള്ളൈ സാറിന്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഫിഷ് നിർവാണ എന്ന് പറയുന്ന ഐറ്റമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. കരിമീൻ കൊണ്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കിങ് ഫിഷ് കൊണ്ടാണ്, നമ്മുടെ നെയ്മീൻ കൊണ്ടാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെ പോലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമുക്ക് കണ്ടു നോക്കിയാലോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. റെഡിയല്ലേ? അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടത് കിങ് ഫിഷ് ഞാൻ ഒരു 4 പീസാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ ചില്ലി പൗഡർ വേണം. പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്, മഞ്ഞൾ പൊടി 1/4 ടീസ്പൂണ്, ഉപ്പ്, ഓയിൽ. ഇത്രയാണ് നമുക്ക് മാരിനേഷന് വേണ്ടി വേണ്ടത്. ആദ്യം നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ശരിക്കും അതിനെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ശരിക്കും അതിനെ ഒന്ന് നല്ല പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മളതിന് മീനിലേക്ക് നല്ലവണ്ണം ചേർത്ത് പുരട്ടണം. അതിനുശേഷം നമ്മളത് പുരട്ടി ഒരു 30 മിനിറ്റ് റെസ്റ്റിന് വേണ്ടി വെക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ മീനിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒത്തിരി അങ്ങ് വറുത്തെടുക്കേണ്ട കാര്യമില്ല, ഒരു മീഡിയം വറുത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാം വറുത്തതിന് ശേഷം നമുക്കൊരു കുഴിയുള്ള ഒരു പാത്രം എടുക്കണം. നമ്മുടെ ഈ അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയോ അല്ലെങ്കിൽ ഒരു സോസ്പാനോ എടുക്കുക. അതിനകത്തോട്ട് നമുക്കൊരു വാഴയില ഇറക്കി വെക്കണം. വാഴയില ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില നമുക്കതിനകത്തോട്ട് കറിവേപ്പില എന്ന് പറയുന്ന സാധനം ഇടാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ടിടുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാലാണിത്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഇഞ്ചി, നമ്മൾ ശരിക്കും കൊത്തി അരിഞ്ഞ ഇഞ്ചി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പച്ചമാങ്ങ നമ്മളതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമാങ്ങയും ഇഞ്ചിയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ആ കറിയുടെ. അതിനുശേഷം ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് കൊടുക്കുക. കാരണം അതിനകത്ത് വേറെ മസാലയൊന്നുമില്ല. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ മേൽ ഇടുക. അങ്ങനെ അത് കുറച്ച് നേരം അതിങ്ങനെ കിടന്ന് തിളയ്ക്കാൻ വെക്കുക. അത് നല്ല ഒരിതാകും. ഒന്ന് ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാമെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ അതാണ്ട് ഫിഷ് നിർവാണ റെഡി ആയിരിക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.